ശ്രീമതി ചന്ദ്രകല, ഈ മത്തിവിലൊക്കെ ഒറ്റയടിക്ക് 380-400 രൂപയൊക്കെ ആയപ്പോ കുറച്ച് വറുത്ത മത്തി ഇല്ലെങ്കിൽ കറി വെച്ച മത്തിയൊക്കെ കൂട്ടി ചോറിനാത്ത മലയാളികളൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ വില കൂടിയപ്പോ കുടുംബ ബഡ്ജറ്റൊക്കെ എങ്ങനെ പോകുന്നു? മത്തിയൊക്കെ ഇപ്പൊ വാങ്ങാറുണ്ടോ? വളരെ ഇഷ്ടമുള്ളൊരു മത്സ്യമാണ്. അപ്പോ വില കൂടിയപ്പോ നമുക്ക് മുമ്പ് വാങ്ങിക്കുന്ന പോലെ അത്രയും സന്തോഷത്തോടെ വാങ്ങിക്കാൻ കഴിയുന്നില്ല. കാരണം വിലയ്ക്ക് വളരെ വ്യത്യാസം വന്നതുകൊണ്ട്. പിന്നെ ഒരുപാട് ഗുണമുള്ള ഒരു മത്സ്യമാണല്ലോ മത്തി. കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾക്ക് കഴിച്ചാൽ നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ബുദ്ധി വളർച്ചയ്ക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മുടെ ശരീരം ഫാറ്റ് കുറയ്ക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മത്സ്യമാണ്. അപ്പോ നമുക്ക് മത്തി മുമ്പുള്ള സ്ത്രീകൾ പറയും, പ്രസവിച്ചു കഴിഞ്ഞാൽ കൊടുക്കുകയാണെങ്കിൽ പാല് ധാരാളം സ്ത്രീകൾക്ക് ഊറും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭാഗത്തിലെ മത്സ്യം തന്നെയാണ് മത്തി. പക്ഷെ വില കൂടുമ്പോ അത് അത്രത്തോളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കുടുംബ ബഡ്ജറ്റില് നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ ഡബിൾ വിലയാകുമ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. അപ്പം വീടുകളിലൊക്കെ ഇപ്പൊ വാങ്ങിക്കല് വളരെ കുറവായിരിക്കും അല്ലേ മത്തി? വാങ്ങിക്കൽ കുറവൊന്നുമില്ല. ഇഷ്ടമുള്ള മത്സ്യമാകുമ്പോൾ നമ്മൾ കുറച്ച് വില കൂടിയാലും വാങ്ങിക്കുമല്ലോ. എന്തായാലും വാങ്ങിക്കുകയും അതിനെ പല രീതിയിൽ നമുക്ക് പല രീതിയിൽ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു മത്സ്യമായതുകൊണ്ട് ഉപേക്ഷിക്കത്തൊന്നുമില്ല. പക്ഷെ കുറെ അളവ് കുറയ്ക്കും. നമ്മള് കുറെ വാങ്ങിക്കുന്ന ചിലപ്പം കുറച്ച് അളവ് കുറച്ച് വാങ്ങിച്ചെന്നിരിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല ഇപ്പൊ.